ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നല്ല ചൂടുള്ളൊരു ദിവസമാണ് ഇവിടെ. അപ്പം ഇന്ന് സൺഡേ ആയിട്ട് ഒരു സെൻട്രൽ ലണ്ടനിലൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എവിടെയാണ് എന്താന്നൊക്കെ അവിടെ വെച്ച് കാണിക്കാം. എൻ്റെ കൂടെ നഖിലുണ്ട്, വേറൊരാളുണ്ട്. അതാരാന്ന് വഴിയെ കാണിച്ചു തരാം. ഓക്കെ, ലണ്ടനിലിപ്പം നല്ലൊരു ചൂട് കാലാവസ്ഥയാണ്. ഇന്ന് ഏകദേശം 33 വരെയൊക്കെ പോകുന്നുണ്ട്. നല്ല രീതിയിൽ ചൂടാണ്. എല്ലാവരും ഫുൾ സമ്മർ ക്ലോത്ത്സിൽ ഇറങ്ങിയിട്ടുണ്ട്. 30 ഡിഗ്രി എന്നൊക്കെ പറയുമ്പം നാട്ടിലുള്ളവർക്കൊന്നും അത്ര ഒരു ചൂടുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ സംബന്ധിച്ച് നല്ല രീതിയിൽ ചൂടാണ്. അതായത് എല്ലാവരും ഇങ്ങനെ വെന്ത് പോവാണ്. ബസ്സിൽ ട്യൂബിലൊന്നും ഒരു രക്ഷയിലിരിക്കാൻ. ഇതാണോ, ഇത് കാനിങ് ടൗൺ സ്റ്റേഷനാണ്. അപ്പോൾ ഇതാണ് ആ മൂന്നാമത്തെ ആൾ, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇവളും ഉണ്ട് നമ്മളുടെ കൂടെ ഇന്ന് സെൻട്രൽ ലണ്ടനിലേക്ക്. അങ്ങനെ നമ്മൾ ചെൽസീൻ്റെ ഹാർട്ടായ സ്ലോൺ സ്ക്വയറിലെത്തി. അവിടെ നിന്ന് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ചെൽസി ഇൻ ബ്ലൂമാണ്. അതായത് ലണ്ടനിലെ ലാർജസ്റ്റ് ഫ്രീ ഫ്ലവർ ഫെസ്റ്റിവലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രീ എൻട്രി ആണ് എല്ലാവർക്കും. എല്ലാ വർഷവും വേറെ വേറെ തീമാണ് ചെൽസി ഇൻ ബ്ലൂം. ആൻഡ് ഇപ്രാവശ്യത്തെ തീം എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദിസ് വേൾഡാണ്. ഇത് 18th മുതൽ 24th മെയ് വരെയാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ഡേ ആണ് പോയിരിക്കുന്നത്, സൺഡേ. ഫുൾ റഷായിരുന്നു. അതായത് കംപ്ലീറ്റ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേ ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് നമ്മൾ പോയപ്പോഴത്തേക്കും കണ്ടില്ലേ, ഫ്ലവേഴ്സൊക്കെ ഫുള്ള് വാടി ഒക്കെ ആകെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരുപാട് ഇൻസ്റ്റലേഷൻസ് ഉണ്ടായിരുന്നു. കുറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്റ്റോൾസ് ഉണ്ടായിരുന്നു, ഡ്രിങ്ക്സും സ്നാക്സൊക്കെ ആയിട്ട്. എല്ലാ സ്റ്റോറിൻ്റെ മുന്നിലും അവർ ഓരോ തീമിൽ, അതായത് ഔട്ട് ഓഫ് ദ വേൾഡ് എന്നുള്ള തീം വെച്ചിട്ട് അവർ ഫ്ലോറൽ ഇൻസ്റ്റലേഷൻസ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഒരുവിധ എല്ലാ ഷോപ്സിൻ്റെ മുന്നിലും ഇങ്ങനെ ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻസ്റ്റലേഷൻസ് അവർ ചെയ്തിട്ടുണ്ട് ഈ തീം ബേസ് ചെയ്തിട്ട്. ഈ ചെൽസി ഇൻ ബ്ലൂം എന്ന് പറഞ്ഞ ഈ ഫെസ്റ്റിവലിൻ്റെ ഒപ്പം നടത്തുന്ന ഒരു ഫ്ലവർ ഷോ ആണ് RHS ചെൽസി ഫ്ലവർ ഷോ എന്ന് പറയുന്നത്. അത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഷോ ആണ് ലണ്ടനിൽ. ആൻഡ് ബ്യൂട്ടിഫുൾ സ്റ്റോൾസും ഒരുവിധം കുറേ ഭക്ഷണ സ്പോട്ട്സും അതിൻ്റെ സ്റ്റോൾസൊക്കെ ഉണ്ടാവുക ആ ഒരു ഷോയിൽ. നമ്മൾ അവിടെ പോയില്ല, ജസ്റ്റ് ചെൽസി ഇൻ ബ്ലൂം, അതായത് ഈ ഒരു ചെൽസീൻ്റെ ആ ഒരു ഏരിയയിൽ മാത്രം നമ്മൾ കവർ ചെയ്തു. ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഈ പാരറ്റിൻ്റെ ഇതാണ് ഇപ്രാവശ്യത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റലേഷൻ. അവിടെ നിന്ന് പിന്നെ നൈക്കിൻ്റെ സ്റ്റോറിലുണ്ടായിരുന്നു, പിന്നെ ലോയിഡ്സിൻ്റെ സ്റ്റോറിലുണ്ടായിരുന്നു. ഒരുവിധം എല്ലാ മേജർ ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ സ്റ്റോറിലെല്ലാം ഇങ്ങനത്തെ ഇൻസ്റ്റലേഷൻസ് ഉണ്ടായിരുന്നു. ഇത് ഫുൾ നടന്ന് കണ്ട് നമ്മൾ ആ ഒരു ഫുൾ സ്ട്രീറ്റ് കറങ്ങി നടന്നു. നല്ല വെയിലുമായിരുന്നു. ഏകദേശം 30 ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ നടക്കുന്ന ടൈമിൽ. കണ്ടോ, ഇതൊരു സ്കിൻ കെയർ ബ്രാൻഡിൻ്റെ ആണ്. അവരൊരു റോക്കറ്റിൻ്റെ ഫോമിലാണ് ഇൻസ്റ്റലേഷൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ എല്ലാ സ്റ്റോളുടെ ഉള്ളിൽ നമ്മൾ പോകുമ്പം അവരെന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ തരും. ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലും ഒന്ന് അവർ തന്നിരിക്കും. ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഫ്ലവേഴ്സൊക്കെ കുറച്ച് ഡ്രൈ ആയി ആകെ ഒരു മെസ്സപ്പ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ളത്. പക്ഷേ ഐ എം ഷുവർ അത് ഫസ്റ്റ് ഡേ നമ്മൾ പോയിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ കാണായിരുന്നു. ലൈക്ക് ഫ്ലവേഴ്സിൻ്റെ ആ ഒരു കളേഴ്സൊക്കെ എടുത്ത് കാണിക്കും. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ഗ്ലോബ്, ഇതിന് മേലെ ഈ ബട്ടർഫ്ലൈസ് ആയാലും ഈ ഫ്ലവർ ആയാലും നേരത്തെ കണ്ട ആ ഫ്ലെമിംഗോ, ഇതൊക്കെ അവർ ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻസാണ്. പിന്നെ നമ്മൾ മൂന്നാളും ഭയങ്കര ടയേർഡായി ഈ ഒരു വെയിൽ കൊണ്ട്. നമുക്ക് എവിടെന്നെങ്കിലും മാച്ച അല്ലെങ്കിൽ ഐസ്ഡ് കോഫി അങ്ങനെ എന്തെങ്കിലും തണുത്തത് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തപ്പി ഇറങ്ങി. അങ്ങനെ ബ്ലാങ്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പിൽ നമ്മൾ കയറി. ഞാനൊരു പീച്ച് ഐസ് ടീ ആണ് വാങ്ങിയത്. ആൻഡ് മറ്റേ ഇവർ രണ്ടാളും ബ്ലൂബെറി മാച്ചയാണ് വാങ്ങിയത്. രണ്ടും അടിപൊളിയായിരുന്നു. അതായത് ബ്ലൂബെറി മാച്ച ആയാലും പീച്ച് ഐസ് ടീ ആണെങ്കിലും അടിപൊളിയായിരുന്നു. ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് അവിടെ സ്ട്രീറ്റിലുള്ള ഏതോ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇരുന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അതേ സ്ട്രീറ്റിൽ കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ, ഇതൊരു റൗണ്ടായിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സൈഡിൽ കൂടെ നമ്മൾ ആ സ്ലോൺ സ്ക്വയർ സ്റ്റേഷനിലേക്ക് തന്നെ എത്തും. പിന്നെ വീണ്ടും നടന്ന വഴിക്ക് വീണ്ടും കുറേ ഇതുപോലത്തെ ഇൻസ്റ്റലേഷൻസൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോയി. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഷോപ്സിലൊക്കെ കയറിയിരുന്നു. അതിൻ്റെ ക്ലിപ്സൊന്നും ഞാൻ എടുത്തില്ല.
നമ്മൾ ജസ്റ്റ് ഒന്ന് വിൻഡോ ഷോപ്പിംഗ് പോലെ ജസ്റ്റ് കയറി ഇറങ്ങി. ഒരുപാട് ബ്രാൻഡ്സൊക്കെ ഉള്ളൊരു ഷോപ്പിംഗ് ഏരിയയും കൂടിയാണിത്. ഈ ചെൽസി ഇൻ ബ്ലൂം എന്ന് പറഞ്ഞ ഈ ഫെസ്റ്റിവൽ ആനുവലി നടക്കുന്ന ഒരു പരിപാടിയാണ്. എവ്രി ഇയർ മെയ് ഒക്കെ ആകുമ്പോഴാണ് ഈ ഫെസ്റ്റിവൽ ഇവർ നടത്താറ്. ഇത് അവിടെയുള്ള എല്ലാ ബിസിനസ്സുകാർ ഒക്കെ കൂടി നടത്തുന്ന ഒരു ഷോ ആണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ സോഡിയാക് സയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇൻസ്റ്റലേഷനാണ്. ഇതും ആ തീമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഇത് കണ്ടോ, ഈ ഒരു സൈക്കിൾ റിക്ഷ പോലെ. ഇത് നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഫ്രീ ആണ്. ഇത് നമ്മൾ ഈ ഒരു ഫുൾ ഏരിയയിലേക്ക് ഈ സൈക്കിൾ റിക്ഷയിൽ ഫുൾ ട്രാവൽ ചെയ്യിപ്പിച്ച് കാണിക്കും. ആകെ ടയർഡായി. ഇനി ഇവിടുന്ന് നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏൾസ് കോർട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ബ്രഞ്ചായിരുന്നു പ്ലാൻ ഇട്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു നല്ല ഏസ്തറ്റിക് ആയിട്ടുള്ളൊരു കെഫെ കണ്ടപ്പം നമ്മൾ അതിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഏൾസ് കോർട്ടിലേക്ക് വന്നത്. നമ്മളിത് ഇൻസ്റ്റാഗ്രാം ത്രൂ കണ്ടതാണ്. അതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ കണ്ടില്ലേ, നല്ലൊരു ഭംഗിയുള്ളൊരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. അവിടുന്ന് പിന്നെ നമ്മളൊരു പിസ്സ വാങ്ങി, പാസ്ത വാങ്ങി, പിന്നെ ചിക്കൻ വിങ്സ് വാങ്ങി, പിന്നെ ഡ്രിങ്ക്സൊക്കെ ആയിട്ട് നമ്മളൊരു ചെറിയൊരു ബ്രഞ്ച് കഴിച്ച് എല്ലാവരും വയറൊക്കെ ഒന്ന് നിറച്ച് അവിടുന്ന് പിന്നെ ഇറങ്ങി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അതായത് ഇവൾക്ക് ഫോട്ടോഷൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവൾക്ക് വേണ്ടി കുറച്ച് ഫോട്ടോസൊക്കെ അവിടുന്ന് എടുത്ത്, ആ ഒരു സ്ഥലം നല്ല ഭംഗിയുള്ളൊരു പ്ലേസ്. അതായത് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കപ്പിൾസൊക്കെ ആയിട്ട് പോകാൻ ഭയങ്കര ഒരു അടിപൊളി വൈബുള്ളൊരു സ്ഥലം. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ തിരിച്ച് കാനിങ് ടൗൺ, നമ്മളുടെ സ്വന്തം കാനിങ് ടൗണിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഒരു ചെറിയ സൺഡേ വ്ളോഗ് അറ്റ് ചെൽസി ഇൻ ബ്ലൂം. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.